ഐഫോൺ ചാർജ് ചെയ്യാനിടുമ്പോൾ വൈഫൈ ബ്ലൂടൂത്ത് മൊബൈൽ ഡേറ്റയ്ക്ക് ഓഫാക്കി ലോ പവർ മോഡ് ഓൺ ആക്കും. അതുപോലെ തന്നെ ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം തിരിച്ച് ഓൺ ആക്കുകയും ചെയ്യും. ഫോൺ ഓവർ ഹീറ്റ് ആവാതെ ചാർജ് ചെയ്യാനും ബാറ്ററി ഹെൽത്ത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു ഷോർട്ട് കട്ട് കൊണ്ട് പറ്റും. അതുകൊണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കാണാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ എടുത്തത് റൈറ്റ് സൈഡ് ടോപ്പിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ കൺട്രോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ കണക്ടിവിറ്റി സെക്ഷനിൽ വൈഫൈ സെലക്ട് ചെയ്യുക. ടേൺ വൈഫൈ ഓൺ ആയിരിക്കും ഡിഫോൾട്ട്. ഓണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓഫ് ആവും. അടുത്ത ബ്ലൂടൂത്ത് മൊബൈൽ ഡേറ്റയെ നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. അടുത്ത ആക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് സെറ്റ് ബ്രൈറ്റ്നസ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സെറ്റ് ബ്രൈറ്റ്നസ് സെലക്ട് ചെയ്തിട്ട് ബ്രൈറ്റ്നസ് 15% ആക്കി വെക്കുക. അടുത്ത ആക്ഷൻ സെറ്റ് ലോ പവർ മോഡാണ്. അത് ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് സെറ്റ് ലോ പവർ മോഡ് ഓൺ ആക്കി വെക്കുക. അതായത് ഇവിടെ നിന്ന് ലോങ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം ഓപ്ഷൻ വരും. റീനെയിം ചെയ്തിട്ട് ഷോർട്ട് കട്ടിന്റെ പേര് അവിടെ 1 എന്ന് പറഞ്ഞ് എന്നോട് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഷോർട്ട് കട്ട് കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് വൈഫൈ ബ്ലൂടൂത്ത് മൊബൈൽ ഡേറ്റ ഒക്കെ ഓൺ ആക്കാനും ലോ പവർ മോഡ് ഓഫ് ആക്കാനും ബ്രൈറ്റ്നസ് കൂട്ടി വയ്ക്കാനും ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുക. സിമ്പിൾ ആണ് ഗൈസ്. നമ്മൾ ഇത്ര നേരം ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഷോർട്ട് കട്ട് ഞാൻ റീനെയിം ചെയ്ത് 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് കട്ടിന്റെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഓട്ടോമേഷൻ സെക്ഷൻ എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാർജർ സെലക്ട് ചെയ്യുക. ഈസ് കണക്റ്റഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് റൺ ഇമീഡിയറ്റ്ലി കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ട് 1 സെലക്ട് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ബാക്ക് ടു ഡിഫോൾട്ട് ആവാൻ വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാർജർ സെലക്ട് ചെയ്തിട്ട് ഈ തവണ ഈസ് കണക്റ്റഡിന് പകരം ഈസ് ഡിസ്കണക്റ്റഡ് സെലക്ട് ചെയ്തിട്ട് റൺ ഇമീഡിയറ്റ്ലി കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് ഓപ്പൺ ആയി വരുന്ന പേജിൽ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ട് 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചാർജർ കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഇത് ഓട്ടോമാറ്റിക് വർക്ക് ആയിക്കോളും. ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവരെ കമന്റിൽ മെൻഷൻ ചെയ്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ.